പുരാതന കാലം മുതലേ മനുഷ്യർ പ്രധാനമായും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് മാർസ് അഥവാ ചൊവ്വ. മാർസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നിരവധി സ്പേസ് ക്രാഫ്റ്റുകളെ നമ്മൾ മാർസിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ പേടകങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാർസിനെ കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് വഴി സയൻറ്റിസ്റ്റുകൾ മാർസിനെ കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ്. മാർസിലെ ടെറാ സിറേനിയം എന്ന് പറയുന്ന സ്ഥലത്തെ ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ചൊവ്വയിൽ പുരാതന കാലത്ത് നിലനിന്നിരുന്നു എന്ന് കരുതുന്ന തടാകത്തിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചും അതുപോലെ ചൊവ്വയെ ഡസ്റ്റ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ടെറഫോമിംഗ് ചെയ്യാനുള്ള പുതിയ കണ്ടെത്തലുകളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് നോക്കാം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയായ ESAയുടെ എക്സോമാർസ് ട്രേസ് ഗ്യാസ് ഓർബിറ്റർ മാർസിൻ്റെ സദേൺ ഭാഗത്ത് നിന്ന് പർപ്പിൾ കളറുള്ള വ്യത്യസ്തമായ ഒരു ചിത്രം പകർത്തുകയുണ്ടായി. ഈ ചിത്രത്തിൽ കാണുന്ന പർപ്പിൾ നിറമുള്ള ഭാഗങ്ങൾ പുരാതന കാലത്തെ നദീതടാകത്തിൻ്റെ അവശിഷ്ടമാണെന്നാണ് കരുതുന്നത്. ഈ ഭാഗത്ത് പർപ്പിൾ നിറം വരാൻ കാരണം ക്ലോറൈഡ് സാൾട്ട് മൂലമാണ്. ചൊവ്വയുടെ ഈ പ്രദേശത്തിന് പറയുന്ന പേരാണ് ടെറാ സിറേനിയം അഥവാ സീ ഓഫ് ദ സൈറൻസ് എന്ന്. നമ്മുടെ ഭൂമിയിൽ കടലിൽ നിന്നോ തടാകങ്ങളിൽ നിന്നോ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഉപ്പിൻ്റെ സാന്നിധ്യം അവശേഷിക്കാറുണ്ട്. ചൊവ്വയിലും ഇതേ പ്രക്രിയയാണ് നടന്നിട്ടുള്ളത്. ഇവിടെ കണ്ടെത്തിയ ഉപ്പ് എപ്സം സാൾട്ടിന് സമാനമാണ്. അതായത് അതിൽ മഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ചൊവ്വയിലെ ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്നുള്ള മഗ്നീഷ്യം അടങ്ങിയ വെള്ളം ഉപരിതലത്തിലെ സൾഫ്യൂരിക് ആസിഡുമായി ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എപ്സം സാൾട്ട് രൂപപ്പെടുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ചൊവ്വയിലെ അന്തരീക്ഷം പണ്ട് ഇന്നത്തേതിനേക്കാൾ ചൂടും ഈർപ്പവുമുള്ളതായിരുന്നു എന്നാണ്. വറ്റി വരണ്ട ഈ നദീതടത്തിലെ ഉപ്പിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് മാർസിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വെള്ളവും ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാണ്. ഈ ഉപ്പിന്റെ സാന്നിധ്യം മാർസിൽ രൂപപ്പെടാൻ കാരണം ചൊവ്വയിൽ പണ്ട് ആവർത്തിച്ച് നടന്നിട്ടുള്ള ഇവാപ്പറേഷൻ ആൻഡ് റീഹൈഡ്രേഷൻ സൈക്കിൾ കാരണമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. വെള്ളം ശേഖരിച്ച് ബാഷ്പീകരിച്ച് വീണ്ടും ദ്രാവകമാകുന്നതിനെയാണ് ഇവാപ്പറേഷൻ ആൻഡ് റീഹൈഡ്രേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രക്രിയ നടക്കണമെങ്കിൽ താരതമ്യേന ചൂടുള്ള കാലാവസ്ഥ ആവശ്യമാണ്. അതായത് ചൊവ്വയിൽ പണ്ട് ജീവന് അനുകൂലമായ ചൂടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. വെള്ളത്തിൻ്റെ സാന്നിധ്യം ചൊവ്വയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ സൂക്ഷ്മജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ അവിടെ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഭാവിയിൽ കൂടുതൽ പര്യവേഷണങ്ങൾ നടത്തും. മാർസിൻ്റെ കെറാലിസ് ചാവോസ് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന തടാകത്തിൻ്റെ സ്ഥിരീകരണവും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകളും നടത്തിയിരിക്കുകയാണ്. ഈ പുരാതന തടാകത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം മാർസിൻ്റെ ജിയോളജിക്കൽ ആൻഡ് ഹൈഡ്രോളജിക്കൽ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ സഹായിക്കും. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ് ഓർബിറ്റർ ആണിത് കണ്ടെത്തിയത്. ഇതിലൂടെ ചൊവ്വയിൽ ജീവൻ വളരാൻ സാധ്യതയുള്ള ലിക്വിഡ് വാട്ടർ ഉണ്ടായിരുന്നു എന്നതിനുള്ള അടുത്ത തെളിവാണിത്. ചൊവ്വയുടെ കെറാലിസ് ചാവോസ് എന്ന പ്രദേശത്ത് പുരാതന കാലത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് കരുതുന്ന എറിഡാനിയ ലേക്കിൻ്റെ സ്ഥിരീകരണമാണ് മാർസ് എക്സ്പ്രസ് ഓർബിറ്ററിലൂടെ ഗവേഷകർ കണ്ടെത്തിയത്. ഏകദേശം 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ കട്ടിയുള്ള അന്തരീക്ഷവും കാലാവസ്ഥയും ഉണ്ടായിരുന്നപ്പോൾ നിലനിന്നിരുന്ന വലിയൊരു തടാകമാണ് എറിഡാനിയ. ചൊവ്വയിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റെല്ലാ തടാകങ്ങളെക്കാളും ഏറ്റവും വലുതും കൂടുതൽ ജലം ഉൾക്കൊള്ളാൻ ശേഷിയുമുള്ളതാണിത്. കൂടാതെ ഇത് ഭൂമിയിലുള്ള ഏറ്റവും വലിയ തടാകമായ കാസ്പിയൻ സീയേക്കാൾ വലുതാണ്. ഇതിൻ്റെ വലുപ്പമെന്ന് പറയുന്നത് ഏകദേശം 1 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. പുരാതന എറിഡാനിയ തടാകം നദികളുടെയും അരുവികളുടെയും സഹായത്താൽ ഉയരങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തിക്കുമായിരുന്നു.
ചൊവ്വയുടെ കാലാവസ്ഥ മാറി അന്തരീക്ഷം കുറഞ്ഞതോടെ തടാകം വറ്റുകയും നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അവശിഷ്ടങ്ങളാവുകയായിരുന്നു. എറിഡാനിയ തടാകത്തിന്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചും അതിനു ചുറ്റുമുള്ള ഭൂപ്രദേശത്തെക്കുറിച്ചും പഠിക്കുന്നത് വഴി ശാസ്ത്രജ്ഞർക്ക് ചൊവ്വയിലെ അന്തരീക്ഷവും ജലവും എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒട്ടുമിക്ക ഗവേഷകരും പറയുന്നതനുസരിച്ച് നോക്കിയാൽ ചൊവ്വ പണ്ട് നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ വെള്ളവും കട്ടിയുള്ള അന്തരീക്ഷവുമുള്ള ഹാബിറ്റബിൾ പ്ലാനറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ കൂടുതൽ പര്യവേഷണങ്ങൾ ചെയ്ത് ചൊവ്വയെ ഹാബിറ്റബിൾ പ്ലാനറ്റ് ആക്കി മാറ്റി കോളനൈസ് ചെയ്യാനുള്ള ദൗത്യത്തിലാണ് ഇന്ന് മനുഷ്യർ. ചൊവ്വയെ നമ്മുടെ ഭൂമിയെ പോലെ അന്തരീക്ഷവും ജലവും പച്ചപ്പും ഉള്ളതാക്കി മനുഷ്യവാസയോഗ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച ആശയമാണ് ടെറഫോമിംഗ് മാർസ്. മാർസിനെ തന്നെ ടെറഫോമിംഗ് ചെയ്യാനായി തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപാടുണ്ട്. പ്രധാന കാരണം മാർസും ഭൂമിയും തമ്മിലുള്ള സാമ്യതകളാണ്. അതായത് ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് 23.5 ഡിഗ്രിയാണ്. മാർസിന്റെ ആക്സിയൽ ടിൽറ്റും 25 ഡിഗ്രിയാണ്. ഭൂമിയുടെ ഒരു ദിവസം 24 മണിക്കൂറാണ്. അതുപോലെ ചൊവ്വയുടെ ഒരു ദിവസവും 24 മണിക്കൂറാണ്. പിന്നെ ഭൂമിയുടെ ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ ഉള്ളതുപോലെ മാർസിന്റെ ധ്രുവങ്ങളിലും മഞ്ഞുപാളികളുണ്ട്. കൂടാതെ പണ്ട് ചൊവ്വയിലും ഭൂമിയുടേത് പോലെയുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. മാർസിനെ ഭൂമിയെപ്പോലെ മനുഷ്യവാസയോഗ്യമായി ടെറഫോമിംഗ് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1. മാർസിൽ കട്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ഇപ്പോൾ ചൊവ്വയിൽ അന്തരീക്ഷമുണ്ട്, പക്ഷേ അത് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ 1% കട്ടി മാത്രമേ ഉള്ളൂ. രണ്ടാമതായി താപനില ഉയർത്തുക. മാർസിന്റെ ഇപ്പോഴത്തെ ശരാശരി താപനില -60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ കൊടും തണുപ്പിൽ നമുക്ക് അതിജീവിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ താപനില ഉയർത്തണം. മൂന്നാമതായിട്ട് ജലമുണ്ടാക്കണം. മാർസിൽ പണ്ട് ജലാംശമുണ്ടായിരുന്നു. ഈ ജലം മുഴുവൻ ഇപ്പോൾ മാർസിന്റെ ധ്രുവങ്ങളിൽ മഞ്ഞുപാളികളായിട്ടാണുള്ളത്. അതിനെ ഉരുക്കി വെള്ളമാക്കി മാറ്റുക. ഇത് പറയുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും ഇത് പ്രാക്ടിക്കലി നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ചൊവ്വയുടെ ശരാശരി ടെമ്പറേച്ചർ ഉയർത്തണമെങ്കിൽ ആദ്യം കട്ടിയുള്ള ഒരു അന്തരീക്ഷം വേണം. മാർസിന്റെ ധ്രുവങ്ങളിലുള്ള മഞ്ഞുപാളികളിൽ ജലാംശം മാത്രമല്ല ഉള്ളത്, അതിൽ ഡ്രൈ ഐസും ഉണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് രൂപത്തിലുള്ള അവസ്ഥയാണ് ഡ്രൈ ഐസ്. മാർസിന്റെ ധ്രുവങ്ങളിലുള്ള മഞ്ഞുപാളികളെ ഉരുക്കാൻ സാധിച്ചാൽ അതിൽ നിന്നും വെള്ളം കിട്ടുകയും അതിലുള്ള ഡ്രൈ ഐസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായി മാറുകയും ഗ്രീൻ ഹൗസ് എഫക്റ്റ് സംഭവിക്കുകയും അതുമൂലം മാർസിന്റെ താപനില ഉയരുകയും ചെയ്യും. പക്ഷേ ധ്രുവങ്ങളിലുള്ള മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡും ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ എത്തിയാലും അപ്പോഴും അന്തരീക്ഷത്തിന്റെ കട്ടി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, CFC, മീഥൈൻ തുടങ്ങിയവ ഭൂമിയിൽ നിന്നും മാർസിലേക്ക് എത്തിക്കേണ്ടി വരും. അങ്ങനെ ചെയ്താൽ മാർസിൽ കട്ടിയുള്ള അന്തരീക്ഷവും ശരാശരി താപനിലയും കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് വാതകങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയതും ടെക്നിക്കലി ബുദ്ധിമുട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ മാർസിനെ ടെറഫോമിംഗ് ചെയ്യാൻ വേണ്ടി സയന്റിസ്റ്റുകൾ മുന്നോട്ട് വെച്ച പുതിയ ആശയമാണ് ഡസ്റ്റ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് മാർസിനെ ടെറഫോമിംഗ് ചെയ്യുക എന്നത്. നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെയും ദ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെയും ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ആശയമാണിത്. മാർസിലെ പൊടിപടലങ്ങൾ ഉപയോഗിച്ച് തന്നെ അന്തരീക്ഷമുണ്ടാക്കി താപനില ഉയർത്തുക. അതായത് ചൊവ്വയുടെ ഉപരിതലം മുഴുവൻ പൊടിപടലങ്ങൾ അടങ്ങിയതാണ്, പ്രത്യേകിച്ച് അയേണും അലുമിനിയവും. ഈ പൊടിപടലങ്ങൾ ചെറിയ നാനോ റോഡുകളാക്കി മാറ്റി
ചൊവ്വയുടെ അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്ത് സൂര്യപ്രകാശം വഴി ഗ്രീൻ ഹൗസ് എഫക്റ്റ് വർദ്ധിപ്പിച്ച് താപം പിടിച്ചെടുക്കുകയും ചൊവ്വയുടെ ഉപരിതല താപനില 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്താൻ സാധിക്കും. ഇങ്ങനെ മാർസിന്റെ അന്തരീക്ഷം മുഴുവൻ ഡസ്റ്റ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ചൂടാക്കണമെങ്കിൽ ഏകദേശം 700 ദശലക്ഷം ക്യൂബിക് അടി ചൊവ്വയിലെ പൊടിപടലങ്ങൾ വേണമെന്നാണ് കണക്കാക്കുന്നത്. മാർസിനെ ടെറഫോമിംഗ് ചെയ്യുക എന്നുള്ള മറ്റു ആശയങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രാക്ടിക്കലി ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഡസ്റ്റ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ചൊവ്വയെ ചൂടാക്കുന്നത് വഴി നിരവധി ധാർമ്മികവും ശാസ്ത്രീയവുമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ചേർക്കുന്നതിൻ്റെ ദീർഘകാല ഫലങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ കണികകൾ ചൊവ്വയുടെ കാലാവസ്ഥയെ അപ്രതീക്ഷിതമായി മാറ്റാനും നിലവിലുള്ള ആവാസ വ്യവസ്ഥകളെയും ഭാവി പര്യവേഷണങ്ങളെയും ഇത് ബാധിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ മാർസിൽ സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിൽ ടെറഫോമിംഗ് ചെയ്യുന്നത് വഴി അവക്ക് അപകടകരമാകാനും സാധ്യതയുണ്ട്. ചൊവ്വയെ ടെറഫോമിംഗ് ചെയ്യുന്നത് വഴി മനുഷ്യവാസയോഗ്യമാക്കാനുള്ള നമ്മുടെ യാത്രയുടെ വലിയൊരു മുന്നേറ്റമായിരിക്കും ഇത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നതും ലോകത്തിന് പുറത്ത് സംഭവിക്കുന്നതുമായ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.